മൂന്ന് സുഹൃത്തുക്കളുടെ കഥ, വളരെ സാധാരണക്കാരായ മൂന്ന് സുഹൃത്തുക്കളുടെ കഥ നിങ്ങളുടെ മുമ്പിൽ നിറസല്ലാപം പ്രസന്റ് ചെയ്യുന്നു. വീഡിയോ പ്ലീസ്. ഇതൊരു അസാധാരണ സൗഹൃദത്തിന്റെ കഥയാണ്. കഥയല്ല, ചെറുബാല്യത്തിൽ ഒരുമിച്ച് കളിച്ചു വളർന്നവർ, മുതിർന്നപ്പോൾ ഹൃദയം പങ്കുവെച്ചവർ. പക്ഷേ അവർ പങ്കുവെച്ചത് ഹൃദയം മാത്രമായിരുന്നില്ല എന്നിടത്താണ് ചങ്ങനാശ്ശേരി സ്വദേശികളായ സോണിയ ബെന്നി, മിനി ജിജോ, രാധിക റെജി ഒരപൂർവ സൗഹൃദത്തിന്റെ മൂന്നിതളുകൾ. ചിരികളികളോടെ മൂവരും ജീവിത തോണി തുഴഞ്ഞ് മുന്നോട്ടു പോകുമ്പോഴാണ് 2022 ഒരു ദിവസം സോണിയ തിരിച്ചറിയുന്നത് താനൊരു അർബുദ രോഗബാധിതയാണെന്ന്. വലതുവശത്തെ ബ്രസ്റ്റിൽ അങ്ങനെ ഇവക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്നാണോ ഡോക്ടർമാരുമായിട്ട് ആലോചിച്ചു, വീട്ടുകാരുമായിട്ടും ആലോചിച്ചു, ഡോക്ടറും ആലോചിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അങ്ങനെ ചെയ്തു. ആ സമയത്തെല്ലാം എല്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ അന്ന് തൊട്ട് എല്ലാ ദിവസവും രാത്രി ഞാനും രാധികയും കൂടെ ആയിരുന്നു പോയി ഇവക്ക് കൂട്ടു നിന്നിരുന്നതും. അപ്പം അവിടെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് രാധിക വിളിച്ചിട്ട് വന്നിട്ട് എന്റെ ബ്രസ്റ്റിൽ എന്തോ ഒരു സിസ്റ്റ് പോലെ തോന്നുന്നു, ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവള് ഹസ്ബൻഡുമായിട്ട് പോയി ഡോക്ടറെ പോയി കണ്ടു. അങ്ങനെ അവര് മാമോഗ്രാം പറഞ്ഞതിനകത്ത് അവക്കും ഉണ്ടായിരുന്നു. തൊട്ടു പിറകെ തന്നെ പ്രപഞ്ചത്തെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് ക്യാൻസർ മിനിയെയും ബാധിച്ചു. അന്നേരപ്പൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നൊക്കെ ഒരുപാട് കരയുമൊക്കെ ചെയ്തായിരുന്നു. എന്നാ ബുദ്ധിമുട്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ക്ഷീണമായി ടീം എടുത്തു കഴിയുമ്പോഴത്തേക്കിന്. എടുക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. ആ നിമിഷത്തിൽ ഒന്നിച്ചു നിൽക്കാനും പോരാടാനും ഈ മൂന്ന് കൂട്ടുകാരികൾ തീരുമാനമെടുക്കുന്നിടത്ത് നിന്നാണ് അതിജീവനത്തിന്റെ പുതുപുത്തൻ സമരഗാഥയുടെ ആരംഭം. ജീവിതത്തോടും സൗഹൃദത്തോടുമുള്ള അവരുടെ അടങ്ങാത്ത ആസക്തിയിൽ വിറച്ചുപോയി ആ മഹാരോഗം. നിങ്ങൾക്ക് മുമ്പ് ഞാനൊരു ദൂതനെ അയക്കും. അങ്ങനെ 2-3 ദൂതന്മാരെ അയച്ചാണ് ഞങ്ങൾക്കിപ്പം ആ ഒരു കട ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. ആത്മാവിനാകാശത്തിനാരോ വർണ്ണങ്ങൾ തൂവി. അതിജീവനത്തിന്റെ ഈ പുതുവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഈ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ പ്രിയ സഹോദരിമാർക്ക് അമൃത TV നൽകുന്ന ആദരവാണിനി. നിറകയ്യടിയോടെ സ്വാഗതം ശ്രീമതി സോണിയ ബെന്നി, ശ്രീമതി മിനി ജിജോ, ശ്രീമതി രാധിക റെജി. വെൽക്കം വെൽക്കം. സ്വാഗതവും വരും. ഇത് ശരിക്കും നമുക്കറിയാം, നമ്മുടെ ഹൗ ഓൾഡ് ആർ യുവിലെ ഒരു ഡയലോഗ് കടമെടുത്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരാളെങ്കിലും നമ്മൾ ഈ ഒരു ഫൈറ്റ് കണ്ടതാണ്. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തോടുള്ള ഫൈറ്റ്. അത് എല്ലാവരും അതിലൂടെ പോകുന്നതിന്റെയൊക്കെ കാരണങ്ങളും ഒക്കെ ആ സിനിമയിലും ഒക്കെ ഇത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മൂന്ന് സുഹൃത്തുക്കൾ ഒരേപോലെ അതിലൂടെ പോവുകയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തണലായി മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ മാത്രമല്ല ഒരു കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ബലം ഒന്ന് വേറെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു സ്റ്റോറിയും കൂടിയാണ് ഇവരുടെ 3 പേരുടെയും. ശരിക്കും ഇപ്പൊ ഇതിനകത്ത് ആദ്യം ആരുടെയാണ് ഡയഗ്നോസ് ചെയ്തെന്ന് പറഞ്ഞേ? എനിക്കായിരുന്നു മാമോഗ്രാം ചെയ്തപ്പോഴാണോ പറഞ്ഞത്? അങ്ങനെ കൊണ്ടുപോയി കാണിച്ചു. മാമോഗ്രാം ചെയ്തപ്പോഴാണ് എനിക്ക് ബ്രസ്റ്റിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ്. അപ്പം 13 വർഷം മുമ്പ് എൻ്റെ അമ്മയ്ക്ക് ഇതുണ്ടായി. അത് അമ്മയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അമ്മയുടെ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനെ വലിയതായിട്ട് ഭയപ്പെട്ടില്ല. എന്നാലും ഇത് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ഉള്ളിലൊരു ഭയം കാണും ആർക്കാണേലും. എന്നാലും അതിനെ നേരിടാൻ പറ്റി. സത്യം. അത് കഴിഞ്ഞ് ഒരു ഡൗട്ട് തോന്നിയല്ലേ? ആർക്കായിരുന്നു? അടുത്ത രണ്ടാമത് വന്ന എനിക്കാണ്. ബ്രസ്റ്റിൽ ഒരു തടിപ്പായിരുന്നു. അത് മാമോഗ്രാം ചെയ്തപ്പോ എനിക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. അത് പെട്ടെന്ന് അതൊരു ഭയങ്കര ഷോക്കിംഗ് അല്ലേ സംഭവം? കാരണം ഒരാൾക്ക് വന്നു. ഇത് ഏറ്റവും കൂടുതൽ പേടിച്ചതും അദ്ദേഹമായിരിക്കുമല്ലോ. എങ്ങനെയായിരുന്നു? എനിക്ക് ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു ഫ്രൂട്ട്സ് കടയാണ്. അപ്പം അവിടെ എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു. അപ്പം അവൻ്റെ കൈ വന്നുകൊണ്ട് എൻ്റെ ബ്രസ്റ്റിലൊന്ന് ഇടിച്ചു. അതാണ് ഒരു കാരണമെന്ന് പറയാനുള്ളത്. അത് ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിൽ ഒരു പാറേപ്പള്ളിയുണ്ട്. മാതാവിൻ്റെ പെരുന്നാളിൻ്റെ ദിവസം തന്നെയായിരുന്നു. അതൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കാണത്തില്ലായിരുന്നു. എനിക്ക് സ്പ്രെഡ് ആകുന്ന ടൈപ്പായിരുന്നു വന്നത്. അപ്പം ആദ്യത്തെ പരിശോധനകളിലൊന്നും തെളിഞ്ഞില്ലായിരുന്നു ക്യാൻസർ ആണെന്നുള്ളത്. അത് കാരണം ചെറിയൊരു സർജറിയാണ് ചെയ്തത്. അതിനുശേഷം ബയോപ്സിക്ക് വിട്ടപ്പോഴാണ് ക്യാൻസർ ട്രിപ്പിൾ നെഗറ്റീവ് അറിഞ്ഞത്. ഇനിയും വരാൻ സാധ്യതയുള്ള ടൈപ്പാണ്. എങ്കിലും ഞാൻ അതിനോട് പോരാടിക്കൊണ്ട് മുന്നോട്ട് ധൈര്യത്തോടു കൂടി പോകുന്നു. ഈ പറയുന്നത് പോലെ തന്നെ റിയൽ ലൈഫിൽ അത് നേരിട്ട് കണ്ടൊരാളും, അത് മാത്രമല്ല
അതിനകത്ത് ഇന്ന് കേരള ഗവൺമെന്റിന്റെ തന്നെ ഉം. ആനന്ദം ആരോഗ്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടി ഇല്ലേ അതെ മഞ്ജു അതെ ചേച്ചി? ആ ശരിക്കും അത് ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഉള്ളത് ഒരുപാട് പേർക്ക് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നതാണ്. മാത്രമല്ല പറഞ്ഞ പോലെ ലൈഫിൽ അത് കണ്ട് അച്ഛനും നേരിട്ടിട്ടുള്ള- അമ്മയ്ക്കും ക്യാൻസർ വന്ന് ഫൈറ്റ് ചെയ്തത് ഞാനും കൂടെ നിന്നിരുന്നു അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ. ഞാൻ പറയാൻ നിങ്ങളൊക്കെ ശരിക്കും ഭാഗ്യവതികളാണെന്നുള്ളതാണ്. കാരണം ഇത് ഏറ്റവും നേരത്തെ കൃത്യസമയത്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇതിനെ പകുതി നമ്മൾ ജയിച്ചു കഴിഞ്ഞു. അപ്പൊ തന്നെ അതെ. അതെ. പിന്നീട് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് നല്ല സ്ഥലത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുക. പിന്നെ അതിനെക്കാട്ടിലും ഒക്കെ ഉപരി മനസ്സിന് ധൈര്യം ധൈര്യം. ഉണ്ടാവുക. അതെ. അല്ല, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, തീർച്ചയായിട്ടും. ചുറ്റും നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ധൈര്യം പകർന്നു തരുന്നവരുണ്ടാവുക എന്നുള്ളതുമാണ്. നമുക്ക് അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ യുദ്ധം ജയിച്ചു കഴിഞ്ഞു. മഞ്ജുച്ചി പറഞ്ഞാണ് പോയിന്റ്. നിങ്ങളാണ് ഭയങ്കര ലക്കി. കാരണം ഒരാൾക്ക് വന്നു, ബാക്കി രണ്ടുപേരും അത് നേരത്തെ അറിഞ്ഞു അതെ എന്നുള്ളതും അതെ. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പോ നമുക്ക് കോമൺ ഫാക്ടർ ഒരെണ്ണം ഉള്ളപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. സത്യം. അപ്പൊ അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത് തന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിലും സംശയമില്ല. തീർച്ചയായിട്ടും. ഇതിനിടയ്ക്ക് ഈ കൂട്ടത്തിൽ ആർക്കും നിറം സിനിമയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ. സിനിമയായിട്ടല്ല, പറയൂ. എന്റെ ചെറുപ്പത്തിലാണ് ചാക്കോച്ചന്റെ നിറ സിനിമ ഇറങ്ങുന്നത്. അപ്പൊ എന്റെ മൂത്ത ആങ്ങളെ പറഞ്ഞു, മൂത്ത ആങ്ങളെ ഓട്ടോ ഡ്രൈവറാണ്, ചനശ്ശേരി കിടന്ന് ഓടുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, 5 മണിയാകുമ്പോ പോര് പക്ഷോയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. 5 മണിയാകുമ്പോ ഞാൻ സ്റ്റാൻഡിൽ ചെയ്ത് നിന്നിട്ട് ചേട്ടായി വന്നില്ല. അപ്പൊ രണ്ടാമത്തെ ആങ്ങളെ ഇച്ചിരി സ്ട്രിക്റ്റാ, 6 മണിയാകുമ്പോ വീട്ടിൽ കയറിക്കാണ്. അപ്പൊ ആങ്ങളെ അതിലേ പോയപ്പോഴത്തേക്ക് ഞാൻ സ്റ്റാൻഡിൽ ചേട്ടായിനെ വെയിറ്റ് ചെയ്തിരിക്കുക. ചേട്ടായി എന്നെ വീട്ടിലോട്ട് വാ, വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി അതിപ്പോ 2 ഇടി തന്നിട്ട് പറഞ്ഞു, അവൻ പടി വെക്കുന്നിടത്ത് കൊട വെക്കത്തില്ലെന്ന് പറഞ്ഞു. അത് സത്യം പറഞ്ഞ അത് കഴിഞ്ഞ് കാണുന്നത് TV വന്നാ ഞാൻ കാണുന്നത്. അത് കാണാൻ പറ്റിയില്ല. പറ്റിയില്ല. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല ആ സിനിമയുടെ കാര്യം. അന്ന് കിട്ടിയ നിറം വേഗം എല്ലാവർക്കും മറ്റേ ബെസ്റ്റ് സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. 2 ഇടി കിട്ടിയതില്ല. ആ ചേട്ടനോട് ഉണ്ടോ? ഇല്ല, വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. എന്നാ ഒന്ന് കാണാനല്ലേ. ഈ തൊട്ടടുത്ത മഞ്ജു വാര്യർ എന്താ തോന്നുന്നേ? മഞ്ജു വാര്യരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? കണ്ണെഴുതി പൊട്ടും തൊട്ട്. ആഹാ, ബാക്കി രണ്ടുപേരും കൂടി ചോദിക്കണോ? എനിക്ക് ഹൗ ഓൾഡ് ആർ യു? ഇവിടെയോ? 6-ാം തമ്പുരാൻ. ഈ പറയുന്ന ഒരു ജേണി എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യണതാണ്. മാത്രമല്ല അതിനകത്ത് നേരത്തെ മഞ്ജു ചേച്ചി പറഞ്ഞ മെസ്സേജാണ്. 1 ഏർലി ഡിറ്റക്ഷൻ, 2 അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു സൗഹൃദം ഉണ്ടെങ്കിൽ, അല്ലെ? ഈ പറഞ്ഞ നമ്മളിപ്പോ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സൗഹൃദങ്ങളാണ്. ഈ സൗഹൃദം ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര താങ്ങും തണലും തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാം. ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഇതിനെക്കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള അറിവുകളും ഇപ്പൊ നേരത്തെ പറഞ്ഞത്, നമ്മൾ പണ്ടൊക്കെ സിനിമകളിൽ കേൾക്കുമ്പോൾ ക്യാൻസർ കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു കഥ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സൗകര്യങ്ങളും ഇപ്പോഴത്തെ ഒരു ആധുനികമായിട്ടുള്ള ഡെവലപ്മെന്റ്സും ഒക്കെ വെച്ചിട്ട് ഇത് ചികിത്സിച്ച് മറ്റേത് രോഗവും പോലെ ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. അതും അത് ഈ പറഞ്ഞത് എടുത്തു പറയേണ്ട ഒരു പോയിന്റ്. അതായത് സയൻസ് എല്ലാ ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരുപാട് ക്യൂറുകളും ഒരുപാട് ഭാവിയിൽ ട്രീറ്റ്മെന്റ് വരുമോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്ത് അറിയാനുള്ള സൗകര്യങ്ങൾ വരെ ഇപ്പൊ ഉണ്ട്. അപ്പോ അതൊക്കെ അതിന്റെ ഒരു അവയർനെസ്സിനും കൂടി ഇത് നിങ്ങളെ 3 പേരെ നിർത്തുമ്പോൾ അത് ഗുണമാവട്ടെ. മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കൊരു പേടിയാ. ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ നേരത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാ. പെട്ടെന്ന് നമ്മൾ ടെസ്റ്റിന്റെ റിസൾട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖമാണെങ്കിൽ തന്നെ നമ്മൾ പേടിക്കും. സത്യം. അപ്പൊ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ മഞ്ജു പറഞ്ഞ പോലെ ദേണ്ട കിടക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ വീണുപോകും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അധികം ശക്തിയും അതോടൊപ്പം തന്നെ ഹ്യൂമറും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരൊറ്റ വ്യക്തിയാണ് ഇന്നസെന്റ് ഏട്ടന്. സത്യം. ഇന്നസെന്റ് ഏട്ടന് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തു. അപ്പോഴെല്ലാം ഞാൻ വിചാരിക്കും, ഈ മനുഷ്യൻ ഇത്രയും വലിയ പ്രശ്നമായിട്ടും അങ്ങനെ ഒന്നും കാണിക്കാതെ പാട്ട് പാടുക, തമാശ പറയുക, നമ്മളെ സന്തോഷിപ്പിക്കുക. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ദേഹം മുഴുവൻ മുറിഞ്ഞിരിക്കുക. ഞാൻ ചോദിച്ചപ്പോൾ ഏടാ ഒന്ന് വീണടാ, അത്രേ ഉള്ളൂ. സംഭവം ലേക്ക് ഷോറിൽ പോയിട്ട് മറ്റേ കീമോ എടുത്തിട്ട് വരുന്ന വഴി അവിടെ ഫ്ലോറിൽ കയറാൻ നേരത്ത് വീണതാ. ആരും അറിഞ്ഞില്ല. ആരോ 2 പേര് കണ്ടു, എടുത്തൊന്ന് പൊക്കി നിർത്തി. പുള്ളി വന്നു ഇരുന്നു, പാട്ട് പാടുക, രസിപ്പിക്കുക. ആ മനധൈര്യം. പിന്നെ ഇവർക്ക് 3 പേരും ഒരുമിച്ചാകുമ്പോഴത്തേക്ക് അത് 3 ഇരട്ടിയാണ് ധൈര്യം വരുന്നത്. സത്യം. അതുകൊണ്ട് നമുക്കിനി വരും തലമുറയ്ക്ക് ഇത് പേടിക്കണ്ട എന്നൊരു സന്ദേശം നിങ്ങൾക്ക് വേണമെങ്കിൽ അതെ, നിങ്ങൾക്ക് കൊടുക്കാം. ഇന്നസെന്റ് ഏട്ടനായിട്ട് ഒരിക്കലും ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇന്നസെന്റിന് വയ്യാത്ത സമയമാണ്, ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ വന്നിട്ട്
നല്ലൊരു മനുഷ്യനായിരുന്നു. ആ നല്ല മനുഷ്യന് തന്നെ ഇങ്ങനെ ഒരു അസുഖം വന്നല്ലോ ഈശ്വര, ഇയാൾക്കിത് വന്നല്ലോ എന്നൊക്കെ ഞാൻ ചോദിച്ചാൽ ആരുടെ കാര്യം പറയുന്നത്? എന്റെ അല്ല, എന്നെ നോക്കിക്കണം. അവന്റെ എക്സ്പ്രഷൻ കണ്ടോ? അവന്റെ മുഖത്ത് അതാ അവൻ ആലോചിക്കണേ, ഈ മനുഷ്യന് ഇത് വന്നല്ലോ, എന്റെ അസുഖത്തിന്റെ എക്സ്പ്രഷൻ അവൻ ഇട്ടോണ്ടിരിക്കുക. നീ നോക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഒരാൾ അവിടേക്ക് നോക്കി നിൽക്കുക. ഇങ്ങനെ പറയാൻ ആളാ പുള്ളി. എനിക്ക് തോന്നുന്നു ചാക്കോച്ചനെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഭീകരത പല സമയത്ത് പലയിടത്തോട്ടുള്ള പല ആൾക്കാരുമായിട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉറപ്പായിട്ടുണ്ട്. എനിക്കും ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബ്രേവസ്റ്റ് പേഴ്സൺ ആ കാര്യത്തിൽ ഇന്നസെന്റ് ഏട്ടൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പം തമാശകൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന കഥകളും കാര്യങ്ങളും അതിൽ ചെറിയ ചിന്തകളും അല്ലെങ്കിൽ അതിൽ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു പോകുന്ന തമാശ രൂപേണയാണ്. അത് നമ്മുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും. പിന്നെ അദ്ദേഹം കഥകൾ പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ കഥയിലുള്ള ആൾ മുമ്പിൽ വന്നിരുന്നത് നമ്മൾ ഇത് ആ കക്ഷിയല്ലേ എന്ന് പറയും. അങ്ങനത്തെ രീതിയിലാണ് പുള്ളി ഡീറ്റെയിൽ ചെയ്യുന്നത്. അത് ഒരു വലിയൊരു ലോസാണ് നമ്മുടെ ലൈഫിൽ തന്നെ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിന്ന് ഏറ്റവും ഗ്രേവ് ആയിട്ടുള്ള ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖത്തെ കുറിച്ച് പറയുന്ന സമയത്തും ആ ഇന്നസെന്റ് ചേട്ടൻ നമ്മുടെയൊക്കെ ലൈഫിൽ എത്രത്തോളം അതിനെ ലൈറ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. അതെ, അല്ലാണ്ട് അസുഖത്തെ പറ്റിയോ അതിന്റെ വിഷമങ്ങളെ പറ്റിയോ ഞാനിപ്പോ കീമോ ചെയ്തു അല്ലെങ്കിൽ എനിക്ക് റെസ്റ്റ് ആണ് ഇങ്ങനത്തെ ഒരിക്കലും മിണ്ടിയിട്ടില്ല. എപ്പോഴും ഭയങ്കര തമാശയും യാത്രയെ പറ്റിയും അല്ല സിനിമയെ പറ്റിയും അല്ലേ? അത് തന്നെയാണ് ചേച്ചിമാരെ കേട്ടോ. ആർക്കാ എന്താ ഒന്നും നമുക്കൊന്നും അറിയില്ല. നിങ്ങൾ മൂന്നുപേരും ചേർന്ന് എന്തോ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അല്ലേ? എന്താണ് അതൊന്ന് പറയാമോ? ഞങ്ങളൊരു സ്റ്റിച്ചിങ് സെന്റർ തുടങ്ങിയിട്ടുണ്ട് പായിപ്പാട്, ചാനശ്ശേരി പായിപ്പാടില്. അടിപൊളി. ഞങ്ങള് കഴിഞ്ഞ ക്യാൻസർ ദിനത്തിലാണ്, അതായത് ഫെബ്രുവരി 4-നാണ് അത് ഓപ്പണിംഗ് ചെയ്തത്. കാരിതാസിലെ ഡോക്ടർ ഓങ്കോളജിസ്റ്റ് ബോബൻ ഡോക്ടറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ മൂന്നുപേരും ചേർന്ന്. അതെ, അത് ഞാൻ പറഞ്ഞത് ഇതാണ് സർവൈവർ സ്റ്റോറി എന്ന് പറയുന്നത്. ശരിക്കും ഇത് വെച്ചിട്ട് തളർന്നിരിക്കുകയോ നേരത്തെ പറഞ്ഞ പോലെ അത് കേട്ട ഉടൻ പേടിച്ചിരിക്കുകയോ അല്ല വേണ്ടത്. ഇതിനെ നമുക്ക് ഫൈറ്റ് ചെയ്ത് മുന്നേറി പോകാൻ പറ്റും. അത് ഇന്നസെന്റ് ഏട്ടൻ പഠിപ്പിച്ചെന്ന മാതൃകയിലാണ് ഒരു ചിരിയോടെ അതിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളത്. ആ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ വലിയൊരു അസുഖമൊന്നും അല്ല. അതിന് ക്യൂറബിൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ സ്വസ്തി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, ട്രിവാൻഡ്രം. അതിന്റെ മാനേജിങ് ട്രസ്റ്റിയാണ് ഞാൻ. അതിനകത്ത് ഈ ക്യാൻസറിന് വേണ്ടിയിട്ട് എത്ര ഡോക്ടേഴ്സാണെന്നറിയോ? കാരണം അവരെല്ലാം ഉറക്കം ഉളച്ചിട്ട് ആർക്ക് വേണമെങ്കിൽ, കേരളത്തിൽ ആർക്ക് വേണമെങ്കിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മൾ നോക്കിയിട്ട് എറണാകുളത്തൊരു സെന്റർ തുടങ്ങാൻ പോവാണ് ഞങ്ങളുടെ ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങോട്ട് തന്നെയാണ് നമ്മളെല്ലാവരും പോകാൻ പോകുന്നത്. ഇതിനൊരു പേടിയില്ലാത്ത സംഭവത്തിലോട്ട് കൊണ്ടുപോകാൻ തന്നെ സാധിക്കട്ടെ. നമുക്ക് ഇവർക്ക് ഒരു ആദരം അമൃത ടിവിയുടെ വകയായിട്ട് അതിന് വേണ്ടിയിട്ട് അമൃത ടിവിയുടെ ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണചന്ദ്രൻ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ കെ നായർ, ഇത്രയും പേരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മൾ സാധാരണ വിഷുവിന് നമുക്ക് വിഷു കൈനീട്ടം എന്നാണല്ലോ പറയുക. ഇവർക്ക് നമുക്ക് കുറച്ചുകൂടി, കാരണം ഇവര് തരുന്ന ഒരു ഹോപ്പാണല്ലോ. ഇവര് നമുക്ക് ശരിക്കും തരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടും നമുക്ക് ഇതിവിടെ അവസാനമല്ല, ഇനി അങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർക്ക് നമ്മൾ കൈനീട്ടമല്ല, ഓരോ തൈനീട്ടം കൊടുക്കാൻ പോകണം. നമുക്ക് നല്ല വൃക്ഷത്തൈകൾ ഇവർക്ക് കൈനീട്ടമായി കൊടുക്കുന്നു. ഒപ്പം ഇവർക്ക് ഒരു ക്യാഷ് പ്രൈസ് നമ്മുടെ അമൃത ടിവിയുടെ വകയായിട്ട് ഒരു ക്യാഷ് പ്രൈസ് മൊമെന്റോയും നൽകി ആദരിക്കുന്നു. ചെറിയൊരു ആഗ്രഹമുണ്ട്, വേറൊന്നുമല്ല. നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് എന്റെ സിനിമ കാണാൻ സമ്മതിക്കാത്ത ഒരു ചേട്ടന്റെ അനിയത്തിയാണ് അവിടെ ഇരിക്കുന്നത്. എന്നാ അയാളുടെ കൂടെ തന്നെ ഇന്നൊരു ഫോട്ടോ എടുത്തിട്ട് ആ ചേട്ടനിട്ട് തന്നെ കൊടുക്കാം. അതെങ്ങനെയാണ്? ഇങ്ങനെയൊക്കെയല്ലേ നമ്മള് സ്വീറ്റ് റിവെഞ്ച് എന്നൊക്കെ പറയുന്നത് ഇതല്ലേ? ഓക്കെയാണോ? അന്നത്തെ ചേട്ടന് പ്രതികാരമായിട്ട് വേണേ ചാക്കോച്ചന്റെ തോളി കയറ്റി ഫോട്ടോ എടുക്കും. പിന്നെ അയച്ചു കൊടുക്കാം. എഴുതി മുന്നിലൊരു മുഖം